കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധായിരത്തെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുനാഥൻ ഒരിക്കൽ കൂടി പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖം ഒരു വ്യക്തിയുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ ഇന്ന് കാണുക. ലേവ്യരുടെ പുസ്തകം പ്രകാരം ഒരു കുഷ്ഠരോഗിയുടെ ജീവിതം വളരെ ദുസ്സഹമേറിയ ഒന്നാണ്. സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവന്, എല്ലാവരും ത്യജിക്കപ്പെട്ടവൻ, ഒരിക്കലും ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ കഴിയാത്തവൻ, അങ്ങനെ എല്ലാ വിധത്തിലും സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് കുഷ്ഠരോഗി. അവൻ ഒരു തന്നെ മരണത്തിന് നൽകുന്ന തരത്തിലേക്ക് മാറുകയാണ്. ജീവനുണ്ട്, പക്ഷേ എല്ലാ തരത്തിലും മരിച്ച ഒരു വ്യക്തിക്ക് തുല്യനാണ് ഒരു കുഷ്ഠരോഗി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗിക്ക് ഒരു പ്രതീക്ഷയുണ്ടാവുകയാണ് യേശുവിൽ. കാരണം അവൻ കേൾക്കുന്നതെല്ലാം യേശുവിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങളാണ്. അവൻ എപ്രകാരമാണ് ഓരോ വ്യക്തികളെയും സുഖപ്പെടുത്തിയത്, പിശാച് ബാധിതരെ സുഖപ്പെടുത്തി, അതുപോലെ മറ്റു രോഗാവസ്ഥയിലുള്ള എല്ലാവരെയും അവൻ സുഖപ്പെടുത്തുന്നതായി അവൻ കേട്ട് കാണണം. യേശുനാഥന്റെ അടുത്ത് ഒന്ന് ചെല്ലുവാൻ സാധിച്ചാൽ തനിക്കും വീണ്ടും തിരിച്ചുവരവിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ പതിയെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ടായിരിക്കാം മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും, മറ്റുള്ളവരിൽ നിന്ന് എന്ത് നിന്ദനങ്ങൾ ഏറ്റുവാങ്ങിയാലും ഞാൻ ആ യേശുവിനെ കാണും എന്ന ആഗ്രഹത്തോടുകൂടെ അവൻ പ്രവർത്തിക്കുന്നത്. കാരണം എപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിക്ക് ആ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ അതെല്ലാം വകവയ്ക്കാതെ യേശുവിനെ കാണുവാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവന്റെ അതിയായ ആഗ്രഹവും അതോടൊപ്പം തന്നെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന പ്രതീക്ഷയുടെ പ്രതിബിംബവുമാണ്. ആ പ്രതീക്ഷ കാക്കുന്ന രീതിയിലാണ് യേശുനാഥൻ പ്രവർത്തിക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയും മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർ എങ്ങനെ എന്നോട് പ്രതികരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ യേശുവിന്റെ അടുത്തൊന്ന് എത്തിയാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും, അവന് എന്നെ ശുദ്ധനാക്കുവാനുള്ള മനസ്സുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ ആ കുഷ്ഠരോഗി അവന്റെ അടുക്കലെത്തി മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ കർത്താവിന് എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും, കർത്താവിന് എന്നെ വിജയിപ്പിക്കുവാൻ സാധിക്കും, കർത്താവിനെ എന്നെ കൈപിടിച്ചുയർത്താൻ സാധിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് ആ കുഷ്ഠരോഗിയോട് പറഞ്ഞ മറുപടി തന്നെയായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പറയുക. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ
അവനോട് കരുണ തോന്നി അവൻ്റെ നേരെ കൈനീട്ടിക്കൊണ്ട് അവൻ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് സുവിശേഷം പറയുന്നത്. ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് പോകാൻ പോലും അനുവാദമില്ലാതിരുന്ന ഒരു അവസരത്തിൽ ഇവിടെ അവനോട് കരുണ തോന്നി അവനെ സ്പർശിച്ചുകൊണ്ട്, തന്നെ നോക്കി നിൽക്കുന്ന സമൂഹം എന്ത് വിചാരിച്ചാലും അവൻ്റെ ആഗ്രഹം ഞാൻ അറിയുന്നു, അവൻ്റെ താല്പര്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, അവൻ്റെ പ്രതീക്ഷയ്ക്ക് യാതൊരു മങ്ങലുമേൽക്കാതിരിക്കുവാൻ ഞാൻ പ്രവർത്തിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടെ ഇവിടെ യേശുനാഥൻ അവനെ കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കുഷ്ഠരോഗിയെ പോലെ അതിയായ ഒരു ആഗ്രഹം വളർത്തിയെടുക്കുക. എനിക്ക് എൻ്റെ യേശുവിനെ അറിയണം, എനിക്ക് എൻ്റെ യേശുവിനെ സ്പർശിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ അനുഭവിക്കണം എന്ന ഒരു വ്യക്തി അതിയായി ആഗ്രഹിച്ചാൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. അവൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് നിവർത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ എന്ത് വിചാരിച്ചാലും അതൊന്നും എന്നെ അലട്ടുന്ന ഒരു കാര്യമല്ല. മറിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? എൻ്റെ ക്രിസ്തുവിലായിരിക്കണം. എൻ്റെ ക്രിസ്തുവിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, തീർച്ചയായും അത് കാണുന്നവനാണ് നമ്മുടെ ക്രിസ്തു. നമ്മളെ അറിയുന്നവർ, നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ വികാരങ്ങളുമെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അവനെ സംബന്ധിച്ച് നാം സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, എല്ലാവരും ത്യജിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹത്തിന്റെ വലിപ്പം എന്താണെന്ന് മാത്രമാണ് അവൻ നോക്കുക. അവനിലേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികൾക്കും അത് അനുഭവിക്കാൻ സാധിച്ചത് തീർച്ചയായും ആ ഒരു താല്പര്യവും പ്രതീക്ഷയും അതോടൊപ്പം അവരുടെ അതിയായ വിശ്വാസവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവ്യബലിയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്രകാരമാണ് യേശുവിനെ അനുഭവിക്കുവാൻ വേണ്ടി തുടിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടിട്ടുണ്ടാകാം, മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകാം, സമൂഹത്തിൽ വിലയില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് വിലയുണ്ട്. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ നാം ഓരോരുത്തരും അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കർത്താവിനെ സമീപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുക. നമ്മുടെ പ്രതീക്ഷകളൊന്നും തകർക്കുന്നവരല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രത്യാശ ഒരിക്കലും നമ്മളിൽ എടുത്തു മാറ്റുന്നവരല്ല നമ്മുടെ കർത്താവ്, മറിച്ച് നമ്മളെ ഓരോരുത്തരും ചേർത്ത് പിടിക്കുന്നവനാണ്. ആ ചേർത്ത് പിടിക്കുന്നവരുടെ അടുത്ത് പോയി, കർത്താവ് നിനക്ക് എന്നെ ശുദ്ധനാക്കുവാൻ മനസ്സുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. കർത്താവ് എന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. തീർച്ചയായും അവൻ്റെ മറുപടി, എനിക്ക് മനസ്സുണ്ട്, നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദിവ്യബലി തുടരാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.